ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളെ സ്വന്തം വിഷ്ണു. ഇന്ന് എൻ്റെ ഒപ്പമുള്ള വണ്ടി ഏതെന്ന് ചോദിച്ചാൽ എമ്പളം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, മാരുതി സുസുക്കിയാണ്. മാരുതിയുടെ തന്നെ റിച്ചാണ്, 2010 മോഡൽ. ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിൽ. ആദ്യം തന്നെ കാണുമ്പോൾ ചെയ്യുന്ന വീല് പിന്നെ പഴയ ഇത് 2010 മോഡലാണ്. അതുകൊണ്ട് പഴയ മോഡൽ ചെയ്യുന്നതാണ് 2010 കഴിഞ്ഞുള്ള മോഡലിൽ നമ്മുടെ ചിപ്സ് എല്ലാം ഇടയ്ക്ക് ചെയ്യുന്നതാണ് വരുന്നത്. അതിൻ്റെ തന്നെയാണ് ഇതുള്ളത്. അപ്പോൾ ഈ ടൈപ്പ് 2010 മോഡൽ വണ്ടിക്ക് ഉണ്ട്. ഈ ടൈപ്പ് തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഹോണ്. പിന്നെ വരുമ്പോൾ നേരെ ഞാൻ മീറ്ററിട്ട് വരാം. 200 കിലോമീറ്റർ പവർ. നമ്മളിത് എല്ലാവർക്കും അറിയാം, കേരളത്തിൻ്റെ റോഡിൽ 80-100 ഞാൻ ഉണ്ട്. പിന്നെ ടൈമും, എത്ര കിലോമീറ്റർ, ഡീസൽ, പിന്നെ എൻജിൻ്റെ വാണിംഗ് ലാമ്പ്. ഇതിൻ്റെ എൻജിൻ്റെ വാണിംഗ് ലാമ്പ് കുഞ്ഞ് കംപ്ലൈൻ്റ് ഉണ്ട്, മാറാൻ പോകാൻ പറ്റില്ല. അതുകൊണ്ട് കത്തി കിടക്കുക ഹാൻഡ് ബ്രേക്ക്. പിന്നെ ചില ഇതിൻ്റെ വണ്ടിക്ക് RPM മീറ്റർ കാണില്ല. ഈ സിംഗിൾ മീറ്റർ മാത്രം പീഡോ മീറ്റർ കാണുള്ളൂ. ഇതിന് RPM മീറ്റർ തെപ്പിച്ച് നമ്മുടെ ഈ മീറ്ററിൻ്റെ മേലിലെ ഡാഷ് ബോർഡിലാണ് RPM മീറ്റർ. പിന്നെ വരുമ്പോൾ നേരെ നമ്മുടെ നടുക്ക് ഭാഗത്തോട്ട് വരുമ്പോൾ 4x8 AC 4 വിൻഡോ AC. പിന്നെ നേരെ അവിടെയും ഉണ്ട്, ഇവിടെയുണ്ട്, കോമൺ ആയി വരുന്നത്. പിന്നെ ജിയോ സിസ്റ്റം. ഇതിൻ്റെ നമ്മുടെ TD നമുക്ക് TD കൊടുക്കാം. ഇപ്പോൾ ഞാൻ TD കൊടുക്കാം. ഇപ്പോൾ TD ഓണായി. പിന്നെ നമുക്ക് ഇനി റേഡിയോ CD വേണമെങ്കിൽ ഇവിടുത്തെ ഈ ബട്ടൺ ഓഫ് ആക്കുക. അപ്പോൾ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ വന്നു. അത് നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷനാണ്. വീണ്ടും ഒരു ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് റേഡിയോ, ഇപ്പോൾ റേഡിയോ കിടക്കുന്നതാണ് ഇതിൻ്റെ അകത്തുള്ളത്. ചിലപ്പോൾ റേഡിയോ പോയാൽ പാടാണ് കിട്ടാൻ. കാരണം പഴയ മോഡൽ ആയതുകൊണ്ട് ഇതിനെല്ലാം കുറച്ച് കമ്പൈൻഡ് ഉണ്ട്. ഈ ബട്ടണും ഈ സ്വിച്ച് ആകെ പക്കാകാൻ, ചിലപ്പോൾ ആകെ പക്കാകുന്ന ഈ ചുറ്റും ഇതും മറ്റേ. പിന്നെ നമുക്ക് ഫോണിൽ കുത്താനുള്ള സംവിധാനം ഉണ്ട്. പഴയ മോഡലാണ്, കുറച്ച് കമ്പൈൻഡാണ് ഇതിന്. ചിലപ്പോൾ ഈ ഓളിയോ ഒന്നും നമുക്ക് കൂട്ടാനൊന്നും പറ്റില്ല. ഇപ്പം പണ്ടൻ്റെയാണ് ഓളിയോ, ആ ഓളിയോ ചിലപ്പം കാണുള്ളൂ. പിന്നെ ഓണാക്കിയിട്ട് ഓഫാക്കിയാൽ ഓക്കെ ആവും. പഴയ മോഡലാണ്, പണ്ടത്തെ 2010. അതുകൊണ്ട് ആണ് ഇങ്ങനെ. പിന്നെ ബാക്കി നേരെ ഇവിടെ വരുമ്പോൾ AC കണ്ടു കൊടുക്കുക, ചൂട് തണുപ്പിൻ്റെ. പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഇട്ടിപ്പോൾ തന്നെ നല്ല ചൂടായി കേട്ടോ. നമ്മളിപ്പോൾ ഇപ്പം ഈ ഒരു സെക്കൻഡില്ലേ, നമ്മൾ വിട്ടു വീണ്ടും റിവേഴ്സ് ചെയ്തു, അപ്പോൾ നല്ല ചൂടായി വന്നു. 4. ഇപ്പോൾ ഞാൻ 3-ലാണ്. പിന്നെ AC പുറത്തുനിന്നുള്ളത് എടുക്കുന്നത്. പിന്നെ AC ഓൺ. പിന്നെ ഓരോ മൂഡ് നമുക്ക് പറയേണ്ട കാര്യമില്ല. പിന്നെ ഗിയർ ഈ നോബലിൽ മാറിയതാണ്. 1 ഗിയർ തൊട്ട് 5. അപ്പോൾ 5 ഗിയറും ഒരു റിവേഴ്സും. നേരെ മിറർ കണ്ടോ, കുറേ പഴയതാണ് ഞാൻ ആദ്യം വന്നത്. അതാണ് ഈ റബ്ബറിൻ്റെ രൂപത്തിൽ. പുറകിൽ മിറലാണ്. നമുക്ക് ചില വണ്ടി കണ്ടിട്ടില്ലേ, എത്തിയ ഒരു മിറൽ വയർ കൊടുത്തിട്ട്. അപ്പം മുഖവും കാണാം, നമ്മുടെ റിവ്യൂറ്റ് വന്ന വണ്ടിയും നമുക്ക് കാണാം. ഒപ്പം വണ്ടി നമ്മൾ റിവ്യൂറ്റ് എടുക്കുമ്പോൾ ഈ ചില്ലിൻ്റെ ഈ ഒരു ഭാഗത്ത് എത്ര കിലോമീറ്റർ, എത്ര റിവ്യൂറ്റായി, അവിടെ എന്തെങ്കിലും ഉണ്ടോ, അത് ബീപ്പ് എന്ന് അടിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഒരു ചുറ്റുമാണ് അതിൻ്റെ കണ്ണാടി അത് പൊട്ടിപ്പോയി. അപ്പോൾ നമ്മൾ അതിൽ ചുറ്റും കാണിക്കാൻ വേണ്ടി അത് കറക്റ്റ് കാണാം. അത് എടുത്ത് കാണിച്ചാൽ ഇത് ഫുള്ളും പോവും. അതുകൊണ്ട് ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. പിന്നെ ടോപ്പ് ലൈറ്റ് ഉണ്ട്. പിന്നെ പഴയ മോഡൽ ആയതുകൊണ്ട് നമുക്ക് മാനുവലി തന്നെയാണ് കണ്ണാടി അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഫോഗ് ലൈറ്റിൻ്റെ നമുക്കിവിടെ ഫോഗ് ലൈറ്റ് നമുക്ക് ഓണാക്കാം. ഇവിടെ ഓണാക്കിയാലേ നമുക്കിവിടെ ഫോഗ് ലൈറ്റ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ
ലെവല് നമ്മൾ ചെയ്യുന്നു. ലെവല് നമ്മൾക്ക് കൂട്ടാനും കൊടുക്കാനുള്ള ഓപ്ഷൻ. പിന്നെ 4 വിൻഡോ, പവർ വിൻഡോ ലോക്ക് ആക്കുന്ന പവർ ബട്ടൺ, പിന്നെ നമ്മുടെ 4 ഡോറ് ഓട്ടോമാറ്റിക് ലോക്ക് ആക്കാനുള്ള ഇപ്പോൾ ലോക്കാണ്. പിന്നെ ഹാൻഡ് ബ്രേക്ക്, ഇതെല്ലാം നമുക്ക് പറയേണ്ട കാര്യമില്ല. പിന്നെ ഇത് ആക്സിഡന്റ്, നമ്മൾ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇപ്പം പുക വലിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ബാക്കി ചാറും ഇടാനുള്ള ഒരു സംവിധാനമാണ് ഇത്. നമുക്ക് എടുക്കുന്ന സംവിധാനമാണ്. നമ്മൾക്കും കമ്പനി വരുന്നതാണെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ ഏറ്റവും മെയിൻ കാണിച്ചില്ല, ഇത് ഇവിടെ 4 പേർക്ക് തുകമായി ഇതിന് നമുക്ക് പോവാം. 4 ഇത് എൻ്റെ ഒരു കൂടാണ്. അപ്പം 4 പേർക്ക് തുകമായി ഇതിന് നമുക്ക് പോവാം. ഡ്രൈവർ ഇപ്പോഴും 4 പേര്, 5 പേർക്ക് ഡ്രൈവർ ഇപ്പോഴും 5 പേർക്ക് ഈ വണ്ടിയിൽ പോവാം. പിന്നെ കാണിച്ചില്ല ഞാൻ വേറെ സ്വിച്ച്, നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇവിടെയാണ് ഹെഡ്ലൈറ്റ്, ഡിമ്മും ഹെഡ്ലൈറ്റും പാർക്ക് ലൈറ്റും ഇൻഡിക്കേറ്ററും പാത്തും എല്ലാം. പിന്നെ ഇവിടെ ബൈപ്പർ നമുക്ക് അറിയുമ്പോൾ തന്നെ ലോയും ഹൈയും എല്ലാം. മഴ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത്. പിന്നെ ഇവിടെ ഒരു നമുക്ക് സാധ്യതകളുടെ UGP ഉണ്ട്. അത്രയുള്ള ഈ വണ്ടിക്ക് പറയാനുള്ളത്. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാ ആൾക്കാരും പറയുന്ന പോലെ തന്നെ ഞാൻ പറയാൻ പോകുന്നു. അറിയാലോ, ഈ കുഞ്ഞു യൂട്യൂബ് ചാനൽ ലൈക്ക് എടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ യൂട്യൂബ് ചാനലിൽ അതിനു മുമ്പ് പറഞ്ഞ ഒരു യൂട്യൂബ് വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടില്ല. അതോടാണ് ഇപ്പം പറഞ്ഞത്. ഈ ഇടയ്ക്ക് തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ്. ഇതിനകത്ത് ഇപ്പോൾ വണ്ടിയുടെയാണ് കൂടുതൽ ഇടാൻ ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പം ഞാനിപ്പം എവിടെയെന്ന് ചോദിച്ചാൽ എറണാകുളമാണ്. അതുകൊണ്ടാണ് അധികം പുറത്തോട്ട് കാണിക്കാത്തത്. ശരി, അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം. എൻ്റെ കൂട്ടുകാർക്ക് നല്ലൊരു ദിനത്തിന് പറയുന്നു ഞാൻ. ശരി എൻ്റെ കൂട്ടുകാരെ.